ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ എലി ശല്യം മാറാനായിട്ടല്ലേ? മഴക്കാലമാണ്, എലിയുടെ ശല്യം തന്നെ ആയിരിക്കും, സംശയമില്ല. നമ്മുടെ ചെടിച്ചട്ടികളിലുണ്ടാകും. ചെടിച്ചട്ടിയിലൊക്കെ എലി സഹിയൊക്കെ നമുക്ക് സഹിക്കാം. പക്ഷെ നമ്മുടെ വണ്ടി, കാറ്, സ്കൂട്ടറിലൊക്കെ എലി കയറി അതിൻ്റെ ഉള്ളിലുള്ള വയറുകളൊക്കെ ഇതൊക്കെ തകർത്ത് കഴിയുമ്പോൾ ഒരു അവസ്ഥ ചിന്തിച്ചു നോക്കി, എന്തോരം കാശ് കൊടുക്കേണ്ടി വരും അല്ലേ? അപ്പം നമുക്കിനി എലി ശല്യം മാറാനായിട്ടുള്ള ഭയങ്കര ഒരു അടിപൊളി ടിപ്പാണ് കാണിക്കുന്നത്. വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക. വെറുതെ എലിവിഷം വാങ്ങിക്കാൻ പുറകെ നടക്കേണ്ട ആവശ്യമില്ല. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഇത് നമ്മുടെ വീട്ടിലുള്ള മൃഗങ്ങളൊന്നും എടുക്കാൻ ഇടയുണ്ടാവരുത്. അതായത് പശുക്കൾ, നമ്മൾ വളർത്തുന്ന കോഴികൾ, പിന്നെ ഡോഗ്സ്, ക്യാറ്റ്, ഇതൊന്നും ആക്കാനിടയത്. പിന്നെ അതും കൂടി കാണേണ്ട ഒരു അവസ്ഥ നമുക്ക് ഉണ്ടാവരുത്. അത് ശ്രദ്ധിക്കുക. പിന്നെ അത് മാത്രമല്ല, കുട്ടികളെടുക്കുന്ന സ്ഥലത്ത് വെക്കാതിരിക്കുക. ഈ നമ്മൾ ഉണ്ടാക്കുന്ന ഈ ഒരു സംഭവം ഒരു രാത്രി തന്നെ വെച്ച് കഴിഞ്ഞാൽ ധാരാളമാണ്. ശരിക്കും അത് എഫക്റ്റ് ആവും. അല്ലാന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം നിങ്ങൾക്ക് ട്രൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് പുതിയതിൽ തന്നെ ചെയ്യേണ്ടി വരും കേട്ടോ. നമ്മൾ പാറ്റേനൊക്കെ കൊല്ലുമ്പോൾ ഒരാഴ്ചയൊക്കെ ആ ഒരു ഇത് എഫക്റ്റ് ആവും. പക്ഷേ ഇതങ്ങനെ ചെയ്യരുത്. ഇത് നമ്മൾ ഡെയിലി തന്നെ 1-2 ദിവസം അടുപ്പിച്ച് ചെയ്യുക. കാരണം ഇത് എലി കഴിച്ചാലും ചാവുള്ളൂ, കഴിക്കാതെ ചാവില്ലല്ലോ. അപ്പം നമുക്ക് ഞാൻ എടുത്തിരിക്കുന്ന ഹാർപ്പിക്ക് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ഒരു ബൗൾ എടുത്തു കൊടുക്കാം. ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി ഇടേണ്ടത് കുറച്ച് ചോറ് ഇട്ട് കൊടുക്കാം കേട്ടോ. തീർന്നിട്ടില്ല. ഇനി നമുക്കിതിൽ ഒരു സംഭവം കൂടി വേണം. വെറും ചോറിട്ട് തന്നെ എലി വന്ന് തിന്നിട്ടൊന്നും പോവില്ല. നമുക്കതിൽ കുറച്ച് പീനട്ട് ഇട്ട് കൊടുക്കണം. കണ്ടോ? അതെ, അപ്പം ഞാൻ കുറച്ച് പീനട്ട് എടുത്തിട്ടുണ്ട്. ഇത് വെറുതെ ഇട്ട് കൊടുക്കാൻ പറ്റില്ല. ഇതൊന്ന് പൊടിച്ച ശേഷം വേണം ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ അതേ ഇതെടുത്തൊന്ന് പൊടിച്ചെടുക്കാനാണ്. പ്രത്യേകിച്ച് ഗോതമ്പ് പൊടി, അതുപോലെ തന്നെ പീനട്ട്, പിന്നെ അരിപ്പൊടി, ഇങ്ങനത്തെ സംഭവങ്ങളിലാണ് കൂടുതലായിട്ടും എലി കഴിക്കാനായിട്ട് വരിക. കഴിച്ചാൽ പാറ്റയും ചത്തുപോകും. അത് വേറെ വശം. നമ്മുടെയൊക്കെ കോക്രോച്ചസ് വീട്ടിലുണ്ടെങ്കിലേ അതും കൂടി ചത്തുപോകും കേട്ടോ. ഇതിന്റെ ഗുണം അതാണ്. അപ്പോൾ അത് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതുകൂടി ഇതിലേക്ക് അങ്ങ് ചേർക്കുക. ഇത് സ്കിപ്പ് ചെയ്യരുത്. ഇതെന്തായാലും ചേർക്കണം. കാരണം ഇതിൻ്റെ ഈ ഒരു മണം എന്ന് പറഞ്ഞ് എലിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഈ ഒരു പീനട്ടിന്റെ മണം. ഓക്കെ, അപ്പോൾ നല്ല വാസന. ഇതങ്ങനെ ഇടിച്ച് കഴിയുമ്പോഴുള്ള മണം നമുക്ക് നോക്കും. ഇടിച്ചെന്നിട്ട് കയ്യിലൊന്നും വെച്ച് നടന്ന് നോക്കിക്കുക, നല്ല വാസന. ഈ ഒരു വാസനയിലാണ് എലി വീഴണത് കേട്ടോ. അപ്പം ഇതങ്ങോട്ട് നമുക്കിങ്ങനെ ഇട്ട് കൊടുക്കുക. ഇത് നിങ്ങൾ ഇതൊന്ന് ചെയ്ത് നോക്കാട്ടെ. ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കുക. വെറുതെ നമ്മൾ വീഡിയോ ഇടുന്നതല്ല. ശേഷം നമുക്കിനി നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്, ഇതിൽ നമ്മൾ കപ്പലണ്ടി ഒരു രീതിയിലും സ്കിപ്പ് ചെയ്യരുത്. ഓക്കെ, നിങ്ങൾക്ക് ചോറിന് പകരമായിട്ട് വല്ല അരിപ്പൊടിയോ ഗോതമ്പ് പൊടിയോ എന്തെങ്കിലും എടുക്കാം, കുഴപ്പമൊന്നുമില്ല സംഭവം. അല്ലെങ്കിൽ ഇടിയപ്പം ഉണ്ടെങ്കിൽ ഇടിയപ്പത്തിൻ്റെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുക്കാം. പുട്ടുണ്ടെങ്കിൽ പുട്ടാണെങ്കിൽ കുഴപ്പമില്ല. അങ്ങനത്തെ സാധനങ്ങൾക്ക് ചപ്പാത്തി ഒന്നും എടുക്കാൻ നിൽക്കരുത്. അല്ലാന്നുണ്ടെങ്കിൽ അരിപ്പൊടി ഗോതമ്പ് പൊടി ആണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. ഇനി നമുക്കിത് ഹാർപ്പിക്ക് കുറച്ച് എടുത്തിട്ടുണ്ട്. ഇതെടുത്തിട്ട് നമുക്ക് ഇതിലേക്കങ്ങ് ഒഴിച്ചു കൊടുക്കാം. 1 സ്പൂണോളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഒരുപാട് ഫ്ലേവർ അതിലേക്ക് നിൽക്കരുത്. പീനട്ടിൻ്റെ ഇത് മുന്നിട്ട് നിൽക്കണം. പിന്നെ ഈ ഒരു സംഭവം വയറിൽ ചെന്ന് കഴിഞ്ഞാൽ എലി എപ്പം പോയി എന്ന് പറഞ്ഞാൽ മതി. പിന്നെ എലിയുടെ പൊടി പോയിട്ട് എലി തന്നെ കാണില്ലാത്തൊരവസ്ഥ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം തന്നെ ചത്തുപോകും. ശേഷം ഞാനൊരു ഈർക്കിലെടുത്തിട്ട് എളുത്തതിൻ്റെ, കാരണം സ്പൂണൊന്നും ആക്കേണ്ട ആവശ്യമില്ലല്ലോ. അതുകൊണ്ടാണ് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക കേട്ടോ. കയ്യിൽ ഹാർപ്പിക്കാവുന്ന അത്ര നല്ലതല്ല, പക്ഷേ നമ്മളൊക്കെ ക്ലീൻ ചെയ്യുമ്പോൾ ഞാനൊക്കെ ചെയ്യുമ്പോൾ ഹാർപ്പിക്ക് കയ്യിലാവാറുണ്ട്. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ. ഇതിപ്പോൾ അതായത് ഇതിൽ നമുക്ക് കപ്പലണ്ടിയുടെ ഇതാണ് ഫ്ലേവർ കയറി നിൽക്കണം. എന്നാൽ ഹാർപ്പിക്കിൻ്റെ ഇത് ഉണ്ടാവും വേണം കേട്ടോ. എല്ലാ അരിയിലും ഇത് ഹാർപ്പിക്ക് പിടിച്ചിരിക്കുകയും വേണം കേട്ടോ. ഇതിങ്ങനെ ആക്കിയ ശേഷം നമ്മൾ ഏത് ഭാഗത്താണോ എലിയുള്ളത്, ഇതിപ്പോൾ ഒരു 2-3 ഇതൊരു 4 പോർഷനായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്ത ശേഷം നമുക്ക് ഏതെങ്കിലും ഭാഗത്ത് ചിരട്ടയിൽ വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ പിന്നെ അത് നമുക്ക് വേണ്ട ഇത് എടുത്ത് കളയുകയും ചെയ്യുമല്ലോ പിറ്റേ ദിവസം. പാത്രങ്ങളിൽ അല്ലാണ്ട് ചിരട്ടയിൽ വെച്ച് കൊടുക്കുക. നിങ്ങൾ ചെയ്ത് നോക്കും, നല്ല റിസൾട്ടാണ്. പിന്നെ എലി കാണില്ല. പിന്നെ ഒരുപാടുണ്ടെങ്കിൽ അടുപ്പിച്ച് 3 ദിവസം ചെയ്തിട്ട് 3 ദിവസം ഇതുമാതിരി തന്നെ ചെയ്തെടുക്കുക. പഴയ സാധനം വെച്ച് കൊടുക്കരുത് കേട്ടോ. എന്നിട്ട് എലിശല്യം മാറിക്കഴിഞ്ഞാൽ വേഗം തന്നെ ഒന്ന് വന്ന് കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വരാം.